സാമ്പത്തിക ക്രമക്കേടിൽ CPM അന്വേഷണം നേരിടുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസിന്റെ ഭീഷണി പ്രസംഗം. തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കും മാധ്യമങ്ങൾക്കുമാണ് ഭീഷണി. പിന്തിരിപ്പന്മാരുടെ കൈയും തലയും വെട്ടിയെടുക്കുമെന്നും പരാമർശം. ചില്ലാനം വാങ്ങി ഒറ്റുകൊടുക്കുന്നവർക്ക് കട്ടപ്പമാർക്ക് തൽക്കാലം വിജയിക്കാം. പക്ഷെ ബാഹുബലി വീണ്ടും ജനിച്ചേയിരിക്കും. ബാഹുബലി ജനിച്ചുകൊണ്ടേയിരിക്കും. കട്ടപ്പമാര് പിന്നൊന്ന് പൊട്ടുമ്പോഴും ബാഹുബലി വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. വിസ്മയകരമായി നിങ്ങളുടെയൊക്കെ കേന്ദ്രങ്ങളെ മുട്ടുവറപ്പിച്ചുകൊണ്ട് തലയിൽ ഈ പറയുന്ന പിന്തിരിപ്പന്മാരുടെ തലയൊക്കെ കയ്യിൽ വെട്ടിയെടുത്ത് നടന്നു വരുന്ന ബാഹുബലിയുടെ ചിത്രം ഉണ്ടല്ലോ, അതുണ്ടാവും. അങ്ങനെ വീണു പോകുന്നവരല്ല. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, പോസ്റ്റർ ഒട്ടിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എവിടെയാണ് ഈ സംസാരം ഉണ്ടായത്? വിവരങ്ങൾ എന്താണ്? ഈ CPMന്റെ നേതാവായ ഗോകുൽദാസ് ഈ CPMന്റെ പാർട്ടി ഓഫീസും പാലിയേറ്റീവ് കെയറും മുണ്ടൂരിൽ നിർമ്മിക്കുന്ന അതിലാണ് ഈ ക്രമക്കേട് നടത്തിയതായിട്ട്, അതിൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ അഴിമതി നടത്തിയതായിട്ടുള്ള ആരോപണം ഉയരുകയും തുടർന്ന് CPMന്റെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് 2 അംഗ കമ്മീഷനെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ആ സംഭവത്തിന് പിന്നാലെ ഈ അഴിമതിക്കാരനായ ഗോകുൽദാസ് എന്ന പേരിൽ ഗോകുൽദാസിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോങ്ങാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും മറ്റുമൊക്കെ ഉയരുന്ന സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ ഗോകുൽദാസിൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണി പ്രസംഗമാണ് ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കും മാധ്യമങ്ങൾക്കുമാണ് ഇങ്ങനെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കാരിരുമ്പിൻ്റെ ശക്തിയെ അതിൻ്റെ ഉള്ളിൽ അണഞ്ഞു കത്തുന്ന തീയിനെ കെടുത്താൻ ഒരു പിന്തിരിപ്പം ശക്തിക്കും കഴിയില്ല എന്നാണ് ഗോകുൽദാസ് പറയുന്നത്. അണഞ്ഞു കത്തുന്ന തീയൊന്ന് ആളിപ്പടർന്നാൽ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കരിഞ്ഞു പോവും. ആളിക്കത്താൻ ഇവരെ ഇടവരുത്തരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രസംഗത്തിൽ ഗോകുൽദാസ് പറയുന്നത്. ഏതായാലും ജില്ലാ കമ്മിറ്റിയെ ഒറ്റുകൊടുക്കുന്നവർക്കും കട്ടപ്പമാർക്കും തൽക്കാലം വിജയിക്കാൻ, പക്ഷേ ബാഹുബലി ജയിക്കും. കട്ടപ്പമാർ പിന്നിൽ നിന്നും കുത്തുമ്പോഴും ബാഹുബലി ജയിച്ചുകൊണ്ടേ ഇരിക്കും എന്നൊക്കെയാണ് ഗോകുൽദാസ് പറയുന്നത്. പിന്തിരിപ്പന്മാരുടെ കൈയും തലയും വെട്ടിയെടുത്ത് വരുന്ന ബാഹുബലിയുടെ ചിത്രമുണ്ടാകും. അങ്ങനെ വീണു പോകില്ലെന്ന് മാധ്യമങ്ങളും ഇരുട്ടിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവരും മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗോകുൽദാസ് പറയുന്നത്. കൂടാതെ EK നയനാരെ പോലെ നാടിനായി ജീവിച്ചവരെ വ്യക്തിഹത്യ നടത്തും, അത് കമ്മ്യൂണിസ്റ്റ് അതിനൊക്കെ അതിജീവിക്കും എന്ന തരത്തിലൊക്കെയാണ് ഗോകുൽദാസ് ഇങ്ങനെ പ്രസംഗത്തിൽ പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പ്രധാനമായിട്ടും പാർട്ടിക്കാർ തന്നെയാണ് ഗോകുൽദാസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ പാലിയേറ്റീവ് കെയറും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വഴി നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭൂമി, പഞ്ചായത്തിൻ്റെ ഭൂമി കയ്യേറി എന്നുള്ള വാർത്ത നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കയ്യേറ്റ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മളെ തടയുകയും മറ്റുമൊക്കെ ചെയ്ത വ്യക്തിയായിരുന്നു ഈ ഗോകുൽദാസ്. ആ ഗോകുൽദാസാണ് അതേ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തിലെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി എന്നുള്ള പരാതി ജില്ലാ സെക്രട്ടേറിയറ്റിന് പോയത്. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെയാണ് അത് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രേംകുമാർ അതുപോലെ തന്നെ TM ശശി എന്ന 2 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പാർട്ടിക്കാർ ഈ ശശി വലിയ അഴിമതിക്കാരനാണെന്നുള്ളത് വ്യാപകമായിട്ട് ആ മുണ്ടൂർ മേഖലയിലും കോങ്ങാട് മേഖലയിലും ഒക്കെ പറയുന്നു. അതിനൊപ്പം അവർ വ്യാപകമായിട്ട് ഇതിൻ്റെ പോസ്റ്ററുകളും മറ്റുമൊക്കെ പതിക്കുകയും ചെയ്തു. അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ്, അതായത് ഈ ശശിക്കെതിരെയുള്ള ജനരോഷം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഉയരുന്നതിനിടെയാണ് ആ പാർട്ടിക്കാരെയും മാധ്യമങ്ങളെയും ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസംഗവുമായിട്ട് ശശി എത്തിയിരിക്കുന്നത്. ഓക്കെ, ശരി.